താൻ എന്താ എന്നോട് പോലും പറയാതെ കടന്നു കളഞ്ഞത്? സാധാരണ പിള്ളേര് ക്ലാസ് ഉള്ളപ്പോ ഹോസ്റ്റലിലും ഇല്ലാത്തപ്പോ വീട്ടിൽ പോലും ആ പതിവ്. താൻ തലതിരിഞ്ഞതാ. തനിക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുമ്പോ തോന്നും വീട്ടിൽ പോണെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ എങ്ങോട്ട് പോരുന്നു? താനൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. സ്വപ്നം കാണുന്നവർക്ക് ഇതും ഇതിലപ്പുറവും തോന്നും. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? എന്തെന്നാ എഴുതുന്നത്? ഒരു കഥ. കഥ എഴുതാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഈ ആഴ്ച അച്ചടിക്കേണ്ടതാണ്. ഞാൻ തിരികെ വരുമ്പോഴേക്കും കിട്ടണം. എന്തിനാ കോഴിക്കോട്ട് പോണത്? പോണ്ട പ്രദീപ്. പോണം. എന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എപ്പോ വരുന്നു പറഞ്ഞാ എഴുതി വെക്കാം. അത് പറ്റില്ല. ശരി, എഴുതാം. ഓക്കെ. പ്രദീപിന്റെ ഗവേഷണം ചെറുകഥയിലേക്ക് തിരിഞ്ഞോ? ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ആർക്കും ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. പക്ഷേ ദുരന്തം സ്വയം ഒരിക്കലാവരുത്. കുട്ടി കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. കുറച്ചു നേരമായി വന്നിട്ട്. എന്താ വിശേഷിച്ച്? ടൗണിൽ വന്നതാ. സൗകര്യപ്പെട്ടാൽ രമണയെ കാണാമെന്ന് ചന്ദ്രനോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? ഇവിടുത്തെ വിശേഷത്തിന് ഞാൻ കത്തെഴുതാറുണ്ട്. ഇന്നും നാളെ അവധിയല്ലേ? വീട്ടിലേക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ല. രതീഷ്, ഇനി എന്റെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല.
ആശ്വാസത്തിലാണ് ഞാൻ കോളേജിലെത്തിയത്. ഹോസ്റ്റലിന്റെ വർണ്ണപ്പയട്ടാർന്ന അന്തരീക്ഷത്തിൽ ജീവിതം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എന്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്കിടയിലും ഞാൻ ഒറ്റപ്പെടുന്നു. സ്വന്തം കഥ പ്രദീപിനെ എഴുതി തന്നെ അറിയിക്കണമെന്നത് തന്റെ വാശിയായിരുന്നില്ലേ? പിന്നെന്തിനാ ഇപ്പൊ കിടന്ന് കരയുന്നത്? ഈ കഥ പ്രസിദ്ധീകരിക്കരുതെന്ന് ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുഖം കഴി കാപ്പിടിക്കാൻ നോക്ക്. എനിക്ക് വിശപ്പില്ല. എനിക്ക് രമണി. സാർ, രമണിക്ക് അസാധാരണമായ വ്യക്തിത്വമുണ്ട്, ഒട്ടേറെ കഴിവുകളുണ്ട്. പ്രദീപിന് ആ കുട്ടിയോട് തോന്നിയ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിതിൽ കുറ്റപ്പെടുത്തുന്നില്ല. പ്രദീപിന്റെ ചിന്തയും ചുറ്റുപാടും സ്വതന്ത്രമായിരിക്കാം, പക്ഷെ ഒരു ഭാര്യ ഇവിടെ സ്വതന്ത്രയല്ല. ഇതെല്ലാം മുമ്പും ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുള്ളതാണ്. എടോ, തന്നെ കാണാൻ താഴെ പ്രദീപ് കാത്തു നിൽക്കുന്നു. ഇല്ല, ഞാൻ കാണുന്നില്ല. ഞാനും പലതവണ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. ഒന്ന് കാണുക മാത്രം മതിയെന്ന് പറയുന്നു. ഒന്ന് പോയി കാണും. എനിക്ക് വയ്യ വത്സേ, ഇനിയും കാണാൻ കഴിയില്ലെന്ന് പറയും. ശരി, എങ്കിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. സാർ, പ്രദീപിനെ കണ്ടോ? ഇല്ല. എവിടെയായിരുന്നു 2 ദിവസം? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഹോസ്റ്റലിൽ വെച്ച് കാണാൻ കൂട്ടാക്കാഞ്ഞതുകൊണ്ടാണോ? കുടിക്കുകയായിരുന്നല്ലേ? എനിക്കതറിയാം. ഞാൻ പ്രദീപിനോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. നാളെ ഞാൻ പോകും. ഇനി തിരിച്ചു വരില്ല. എങ്ങോട്ട്? വീട്ടിലേക്ക് തന്നെ. എന്താ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ? അല്ലാതെ നിവൃത്തിയില്ല. ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. പ്രദീപിനെങ്കിലും എന്നെ മനസ്സിലാവും. എന്റെ ആദ്യത്തെ തെറ്റ്. വിവാഹം കൊണ്ടത് പരിഹരിക്കാമെന്ന് ഞാൻ ആശിച്ചു. ഇനി ഒന്നുകൂടി തെറ്റിയാൽ എന്റെ വീട്, അച്ഛൻ, അനിയത്തി, അവളുടെ ഭാവി, എനിക്ക് വയ്യ. വീട്ടിൽ പോയാൽ
ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ രമണി കഴിയുമോ? എന്ത് എനിക്കും അതറിഞ്ഞൂടാ. എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു ഗതികേടിലേക്ക്? രമണി, വേണമെങ്കിൽ നമുക്ക് ഇത്ര അടുത്ത് കാണാതിരിക്കാം. പക്ഷേ രമണി ഇവിടം വിട്ട് പോകാതിരിക്കെങ്കിലും ചെയ്തുകൂടെ? രമണി എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ലേ? രമണി, നീ എവിടേക്കും പോകുന്നില്ല. പോകാൻ കഴിയുമോ രമണി? ചിറകുമായി നീ പിറകെ വരല്ലേ വരല്ലേ, അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ, അവസാനം ഈ യാത്ര.